Hi, I'm Angela. It's my brother Bobby. ഞങ്ങൾ തീരെ അൺഎക്സ്പെക്റ്റഡ് വന്നതാണ്. ഇവിടെ ആക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് ഇവിടെ ഞാനും ജോജി കയറിയത്. And then the camp was ഭയങ്കര അടിപൊളിയായിരുന്നു. എല്ലാവരും നല്ല കുട്ടികളാണ്. പെട്ടെന്ന് ഫ്രണ്ട്സ് ആയി. വിചാരിച്ച പോലെ ആയിരുന്നില്ല, നെക്സ്റ്റ് ലെവലായിരുന്നു ക്യാമ്പ്. സോ മച്ച് ഫൺ, ഗെറ്റ്സ് ലോട്ട്സ് ഓഫ് ഫൺ. ശരിക്കും അടിച്ചു പൊളിച്ചു 3 ദിവസം. ഞങ്ങൾക്ക് ഇനി ഇതുപോലത്തെ ക്യാമ്പ് ഉണ്ടാകും. ഫസ്റ്റ് ടൈം വന്നു ഈ ക്യാമ്പ്. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് തന്നെ ഭയങ്കര അടിപൊളിയായിരുന്നു. ആദ്യമായിട്ടാണ് ഒന്നും കൂടി വരണം എന്നുള്ള. ശരിക്കും നമുക്ക് പേടിയുണ്ടായിരുന്നു ക്യാമ്പിൽ എങ്ങനെ ആയിരിക്കും ആൾക്കാരെന്ന്. പക്ഷെ ഞങ്ങൾക്ക് ശരിക്കും നമുക്കൊരു ഹോം ടു ഹോം ഫീൽ ആയിരുന്നു. ശരിക്കും അടിപൊളിച്ചിട്ടുണ്ട്. എത്രയും വേഗം പറഞ്ഞോന്ന് പറഞ്ഞു വിട്ട ആൾക്കാരാണ്. ഇപ്പൊ എന്താ പറയുന്നത്? ഇപ്പൊ എന്നെ വേണ്ട, ഇത്ര നേരമായിട്ട് ഞാൻ എത്ര നേരമായി വന്നിട്ട്. പറഞ്ഞോ, നിങ്ങളുടെ എക്സ്പീരിയൻസ് പറ. തീർച്ചയായിട്ടും ഇവൻ എന്നെ ആക്കാൻ വന്നത് അല്ല, ഇവനെ ആക്കാൻ വന്നത് ഇതൊന്നും അല്ല. രണ്ടുപേരും വരാൻ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. ഞാൻ ജയിലിൽ കൊണ്ടിരുന്ന പോലെയായിരുന്നു ആദ്യത്തെ കൊണ്ടുവന്നതാണ്. എപ്പോഴാണ് പോണേന്ന് ചോദിച്ച ഒരു ഇതായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ കണ്ടല്ലോ, നിങ്ങൾ കണ്ടല്ലോ. ഈ പറഞ്ഞാൽ എൻ്റെ കൂടെ തിരിച്ചു വരാനാണ് മതി. പിന്നെ എനിക്ക് ഒരു വിഷമമുണ്ട്, നിങ്ങൾ ഈ ടീനേജിന് വേണ്ടി ഇത് ചെയ്യുന്നത് പോലെ ഞങ്ങൾ പാരൻസിന് വേണ്ടി എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു അപേക്ഷയാണ്. ഈ പോസിറ്റീവ് ഫയർ ഈ മക്കളെ കാണുമ്പോഴത്തേക്ക് ഇത് എനിക്ക് തോന്നുന്നു പാരൻസിൽ കൂടി അതുകൂടി വേണം. ഞങ്ങളും ഇങ്ങനെ എല്ലാ വർഷവും ഞങ്ങൾ ഒന്നുകൂടെ മോൾഡ് ചെയ്ത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ കൗൺസിലിങ്ങിന് യൂണിവേഴ്സിറ്റിയുടെ കൗൺസിലിംഗ് മത്സാറിൻ്റെ ഒരു ക്ലാസ്സിൽ വന്നുകൊണ്ടാണ് ഇവിടെ എനിക്ക് മക്കളെ കൊണ്ട് വിടാൻ എനിക്ക് എന്താ പറയുക ഒരു പൂർണ്ണ വിശ്വാസമായിരുന്നു. ഞാൻ തിരിച്ചൊന്നും വിളിച്ചു പോലുമില്ല. കാരണം എൻ്റെ വീട്ടിൽ കൊണ്ട് വിടുന്ന പോലെ അത്രയും ഒരു സ്വാതന്ത്ര്യത്തിലാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. സാറിത് പറഞ്ഞു, അപ്പോൾ തന്നെ ഞാൻ രണ്ടുപേരുടെയും കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു രണ്ടുപേരും പോകണം. അപ്പോൾ അമ്മയ്ക്ക് എന്താ ഇത്ര ഇതൊക്കെ എന്നോട് ചോദിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞത് നിങ്ങൾ അനുഭവിച്ചിട്ട് പറയാം, അല്ലാണ്ട് എനിക്കിതിനകത്തൊന്നും പറയാനില്ല. ഇപ്പോൾ രണ്ടുപേരും സ്വയം അനുഭവിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി. എനിക്കത് ആദ്യമേ മനസ്സിലായി. കാരണം ഞാൻ സാറിൻ്റെ 6 months കോഴ്സ് കൂടിയത് കൊണ്ട് എനിക്ക് അന്ന് മനസ്സിലായി. പിന്നെ എന്താ പറയുക, ഇത് ഇനിയും എന്താ പറയുക ഒരുപാട് വളരെ തീർച്ചയായിട്ടും എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നന്ദി. താങ്ക് യു.